ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്രെഡറിക് നിക്കോൾസിനെ കുറിച്ചാണ്. ഫ്രെഡറിക് നിക്കോൾസൺ ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നില്ല. അത് നമുക്ക് വേണ്ടത് ഓരോ ക്വസ്റ്റിനും 1/2 മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രെഡറിക് നിക്കോൾസൺ. ഓക്കെ, ഈ ഫ്രെഡറിക് നിക്കോൾസൺ നമ്മളെ കോർപ്പറേഷന്റെ പിതാവ് അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൺ ആണ്. അതാണ് റോബർട്ട് ഓവൺ. വളരെ പ്രധാനപ്പെട്ട റോബർട്ട് ഓവൺ ആണ്. ഇംഗ്ലണ്ടിലെ ന്യൂട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന റോബർട്ട് ഓവൺ എന്ന വ്യക്തിയാണ് കോർപ്പറേഷന്റെ പിതാവ്. ഓക്കെ, നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഇതിനെ കുറിച്ച് ഒരു വലിയ ക്ലാസ് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഫ്രെഡറിക് നിക്കോൾസൺ ഇന്ത്യയിലെ കോർപ്പറേഷന്റെ പിതാവ്, ഇന്ത്യയിലെ കോർപ്പറേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രെഡറിക് നിക്കോൾസൺ. ഫുൾ നെയിം ഫ്രെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ എന്നാണ് ഫുള്ള് പേര്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1846 മുതൽ 1936 ഈ കാലഘട്ടത്തിനിടയ്ക്കാണ് ഇദ്ദേഹം ജീവിച്ചത്. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുള്ള ഈ കാര്യത്തിലേക്ക് വരാം. ഇദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അണ്ടറിൽ മദ്രാസ് പ്രൊവിൻസില് IAS ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയില് മദ്രാസ് പ്രൊവിൻസിന്റെ അണ്ടറിൽ IAS ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്തു? മദ്രാസ് ഗവൺമെന്റ് ഈ കോർപ്പറേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ഫ്രെഡറിക് നിക്കോൾസനെ എവിടേക്ക് അയച്ചു? യൂറോപ്പിലേക്ക് അയച്ചു. ഓക്കെ, ഈ യൂറോപ്പിലെ കുറച്ചധികം രാഷ്ട്രങ്ങളെ കുറിച്ച് നമുക്ക് ഇന്റർനാഷണൽ കോർപ്പറേഷനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഓക്കെ, യൂറോപ്പിലെ ജർമ്മനി ഈ ഭാഗത്തായിട്ടാണ് ജർമ്മനി എന്ന് പറയുന്ന രാഷ്ട്രം വരുന്നത്. ജർമ്മനിയിലേക്കാണ് അയച്ചത്. എന്താണ് ജർമ്മനിയുടെ പ്രത്യേകത? കോർപ്പറേഷന്റെ കാര്യത്തിൽ എന്താണ് ജർമ്മനിയുടെ പ്രത്യേകത? കോർപ്പറേഷന്റെ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ഈറ്റില്ലമാണ് എന്ത്? ജർമ്മനി. ഈ യൂറോപ്യൻ രാഷ്ട്രത്തില് നമുക്ക് ജർമ്മനി, അതുപോലെ തന്നെ ഇറ്റലി, ഇംഗ്ലണ്ട്, അയർലൻഡ്, അതുപോലെ തന്നെ ഡെൻമാർക്ക്, ഫ്രാൻസ് തുടങ്ങിയ കുറച്ചധികം രാഷ്ട്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അവരുടെ കോർപ്പറേഷനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ പഠിക്കാം. അങ്ങനെ മദ്രാസ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? മദ്രാസ് പ്രൊവിൻസിന് മദ്രാസ് ഗവൺമെന്റ് ഇദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് അയച്ചു. അങ്ങനെ അദ്ദേഹം അത് അയച്ച ഡേറ്റ് 1892 ഫ്രെഡറിക് അഗസ്റ്റസ് നിക്കോൾസനെ എവിടേക്ക് അയച്ചത്? ജർമ്മനിയിലേക്ക് അയച്ചത്. അടുത്ത് പഠിച്ചോ? ശേഷം കോർപ്പറേഷൻ പഠിച്ചതിന് ശേഷം ഫസ്റ്റ് റിപ്പോർട്ട് രണ്ട് രീതിയിലാണ് അയച്ചിട്ടുള്ളത്. അത് ഒന്നാണ് ഇന്ററിംഗ് റിപ്പോർട്ട്. അടുത്താണ് ഫൈനൽ റിപ്പോർട്ട്. ഇന്ററിംഗ് റിപ്പോർട്ട് അയച്ച ഡേറ്റ് പിടിച്ചോ? 1895 ഫ്രെഡറിക് നിക്കോൾസൺ ഇന്ത്യയിലേക്ക് ഫസ്റ്റ് റിപ്പോർട്ട് അയക്കുന്നത്. ഇന്ററിംഗ് റിപ്പോർട്ട് എന്നറിയപ്പെടുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ റിപ്പോർട്ട് അയച്ച ഡേറ്റ് 1899 ഫൈനൽ റിപ്പോർട്ട്. എന്തായിരുന്നു ആ റിപ്പോർട്ടിന്റെ ക്യാപ്ഷൻ എന്നത്? എന്തായിരുന്നു? ഫൈൻഡ് റൈഫീസൺ എന്നായിരുന്നു. ഫൈൻഡ് റൈഫീസൺ ടൈപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഫൈൻഡ് റൈഫീസൺ എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ റിപ്പോർട്ടിന്റെ ക്യാപ്ഷൻ. ഈ റൈഫീസൺ എന്ന് പറയുന്ന വ്യക്തി FW
FW റൈഫിസൺ. ഈ റൈഫിസൺ എന്ന് പറയുന്ന വ്യക്തി ജർമ്മനിയിലെ കോപ്പറേഷൻ രണ്ട് രീതിയിലായിരുന്നു. ഒന്ന് അർബൺ മേഖലയിലും മറ്റൊന്ന് ക്രെഡിറ്റ് റൂറൽ മേഖലയിലുമാണ്. അർബൺ മേഖലയില്, ഒന്ന് റൂറൽ മേഖലയില്. ഈ അർബൺ മേഖലയിൽ കോർപ്പറേഷൻ ആരംഭിച്ച വ്യക്തിയുടെ പേര്, അതുപോലെ തന്നെ റൂറൽ മേഖലയിൽ കോർപ്പറേഷൻ ആരംഭിച്ച വ്യക്തിയുടെ പേരാണിത്. FW റൈഫിസൺ. ഓക്കെ. ഈ ജർമ്മനിയിൽ തന്നെ അർബൻ മേഖലയില് കോർപ്പറേഷൻ ആരംഭിച്ച, കോർപ്പറേഷന്റെ പൈനിയർ എന്നൊക്കെ പറയുന്ന ആ വ്യക്തിയുടെ പേരാണ് ഹെർമൻ ഷൂൾസ് ഡെലീഷ്യസ് ആണ്. അത് ഈ ഭാഗം പഠിക്കാം. അപ്പൊ ഈ റൂറൽ മേഖലയിലായിരുന്നു FW റൈഫിസൺ എന്താരംഭിച്ചത്? കോർപ്പറേഷൻ ആരംഭിച്ചു. അത് ഈ റൂറൽ മേഖലയിലുള്ള കോർപ്പറേഷൻ മതി എന്നാണ് അവർ പറയുന്നത്. ഫ്രെഡറിക് നിക്കോൾസൺ ഇന്ത്യയിലേക്ക് റിപ്പോർട്ട് അയച്ചിട്ടുള്ളത്. ഭയങ്കര റൈഫിസൺ. ഇനി ഒരു സജഷൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സജഷൻ എന്തായിരിക്കും സജഷൻ? അത് ഇതുപോലെ തന്നെയാണ്. റൈഫിസൺ ടൈപ്പ് കോർപ്പറേഷൻ ഈസ് ബെസ്റ്റ് ഫോർ ഇന്ത്യ. റൈഫിസൺ ടൈപ്പ് കോർപ്പറേഷൻ ഈസ് ബെസ്റ്റ് ഫോർ ഇന്ത്യ. ഇതൊക്കെ ലാസ്റ്റ് നമ്മളോട് പറയുന്നതാണ്. ഓക്കെ. കൊട്ടേഷൻ എന്തായിരുന്നു കൊട്ടേഷൻ? അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ആയിരുന്നു. ഇതൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. കൊട്ടേഷൻ എന്നത് ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് ആണ്. എന്നായിരുന്നു. ഓക്കെ. ഇത്ര മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം. ഫ്രെഡറിക് ഇന്ത്യയിലെ കോർപ്പറേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് ഫ്രെഡറിക് നിക്കോൾസൺ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഫ്രെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ എന്നാണ്. 1846 ജനിച്ചു. 1936 ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. ഓക്കെ. പിന്നെ എന്നോട് ഇതിന്റെ ഫുൾ നെയിം ഫ്രെഡറിക് അഗസ്റ്റസ് നിക്കോൾസൺ എന്നാണ് അല്ലെ. ഇദ്ദേഹം മദ്രാസ് പ്രൊവിൻസിൽ IAS ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുകയായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അണ്ടറിൽ. അങ്ങനെ മദ്രാസ് ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ യൂറോപ്പിലേക്ക് കോർപ്പറേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് അയച്ചു. അങ്ങനെ അദ്ദേഹം 2 റിപ്പോർട്ടുകളായിട്ടാണ് അയച്ചിട്ടുള്ളത്. 1892 ഇദ്ദേഹത്തിന് ജർമ്മനിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഓക്കെ. 1895 ആദ്യത്തെ റിപ്പോർട്ട് ഇദ്ദേഹം അയച്ചിട്ടുള്ളത്. അവിടുത്തെ കോർപ്പറേഷൻ ജർമ്മനിയിലെ റൂറൽ മേഖലയിലുള്ള കോർപ്പറേഷനൊക്കെ കണ്ട് പഠിച്ചിട്ട് 1895 ആദ്യത്തെ ഇന്ററിം റിപ്പോർട്ട് അയച്ചു. 1899 രണ്ടാമത്തെ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ 1899 അയച്ചിട്ടുള്ളത്. ഓക്കെ. അതിന്റെ റിപ്പോർട്ട് ക്യാപ്ഷൻ ആയിരുന്നു, റിപ്പോർട്ടിന്റെ ക്യാപ്ഷൻ ഫൈൻഡ് റൈഫിസൺ. ദെൻ സജഷൻ ആണ് എന്ത്? റൈഫിസൺ ടൈപ്പ് കോപ്പറേറ്റീവ്സ് ഈസ് ബെസ്റ്റ് ഫോർ ഇന്ത്യ എന്നുള്ള സജഷൻ. ഓക്കെ. നെക്സ്റ്റ് കൊട്ടേഷൻ ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ. ഏകദേശം എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം.